ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കോട്ടക്കൽ നിയോജകമണ്ഡലം എം.എൽ.എ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എക്കെതിരെ നടക്കുന്ന പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടിയെയും ഞങ്ങളുടെ ജനപ്രതിനിധികളെയും ഞങ്ങളെ എം.പിയെയും ഞങ്ങളെ എം.എൽ.എമാരെയും ഞങ്ങൾ ഭരണസമിതിയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കളിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. മാത്രമല്ല, ഇപ്പൊ എം.എൽ.എയുടെ കാര്യം പറയുകയാണെങ്കിൽ എം.എൽ.എ 2-3 പ്രാവശ്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായി വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ പോയിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് എം.എൽ.എ സംസാരിച്ചതാണ്. അതുപോലെ തന്നെ ജില്ലാ കളക്ടറെ പല പ്രാവശ്യം DDC ജില്ലാ വികസന സമിതിയിൽ ഒരുപാട് പ്രാവശ്യം എം.എൽ.എ സംസാരിച്ചതാണ്. പിന്നെ നിയമസഭയിൽ ഇത് വലിയ ഉപക്ഷേപമായിട്ട് നമ്മുടെ എം.എൽ.എ ഉന്നയിച്ചു. രണ്ടത്താണിയിലെ വിഷയം മാത്രം നിയമസഭയിൽ പ്രത്യേക ഉപക്ഷേപമായി ഉന്നയിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടക്കൽ എം.എൽ.എ. ഇതൊന്നും അറിയാത്ത ആളുകളല്ല. എന്നിട്ട് വെറുതെ അനാവശ്യമായി ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിലും ഇത്തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി രാഷ്ട്രീയമായി ഇതിനെ കാണുന്നതിലും ഞങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടി സ്വന്തം നിലക്ക് അണ്ടർപാസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ പ്രക്ഷോഭ പരിപാടിയെ മുന്നിൽ നിന്നുകൊണ്ടും ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാരമുണ്ട് ഹൈക്കോടതിയിൽ, അതുകൊണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തുടക്കം മുതലേ നിരന്തരമായ ഇടപെടലുകൾ നടത്തിയ ഒരു ജനപ്രതിനിധിയാണ് കോട്ടക്കൽ മണ്ഡലം എം.എൽ.എ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. രണ്ടത്താണിയിൽ ഇരുഭാഗങ്ങളിലേക്കും കടന്നുപോകുന്നതിന് ഒരു സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം.എൽ.എ. നിയമസഭയിൽ ഇക്കാര്യം അവതരിപ്പിക്കുകയുണ്ടായി. ആ റോഡുമായി ബന്ധപ്പെട്ട് ആ രണ്ടത്താണിയിലെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ 2 മേഖലകളായി ആ പ്രദേശത്തെ വിഭജിക്കുന്നത് ഒന്ന് പരിഹരിക്കാൻ പോലുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. 2023 ജനുവരിയിൽ NH ഉദ്യോഗസ്ഥരെയും ഡെപ്യൂട്ടി കളക്ടറെയും രണ്ടത്താണി ടൗണിലെ സ്ഥലം സന്ദർശിപ്പിക്കുകയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അണ്ടർപാസ് ബോക്സ് കൾവർട്ട് എന്നതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പലതവണ നേരിൽ കണ്ടും സർവകക്ഷി സംഘത്തിന്റെ സാന്നിധ്യത്തിലും എം.എൽ.എ. ഹൈവേ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രേഖകൾ ഫുള്ള് ഇത് അന്ന് മുതലുള്ള രേഖകൾ ഫുള്ള് ഇതിലുണ്ട്. കാരണം 2023 1-ാം മാസം 23 ജനുവരിയിൽ അന്ന് മുതൽ എം.എൽ.എ. കലക്ടർ കൊടുത്ത പരാതികളാണ്. കലക്ടർ 4-5 തവണ കലക്ടർ പോയി നേരിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും കലക്ടർ അന്നത്തെ കലക്ടർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ കലക്ടർ സന്ദർശിച്ചതിന് എം.എൽ.എമാരുടെയും മറ്റു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും എന്താണ് ലാസ്റ്റ് ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. വിശദമായ വിശദീകരണവുമായി ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അത് പറയേണ്ട സമയത്ത് അത് രീതിയിൽ തന്നെ പറയും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട നടപ്പാതെ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ പാർട്ടിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും എല്ലാവരും നാട്ടുകാർക്ക് വേണ്ടി കൂടെയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടാകുന്നതാണ്. ഹൈവേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അതാത് സമയങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും ജില്ലാ കളക്ടറെ കൊണ്ട് പ്രത്യേകം യോഗം വിളിപ്പിക്കുകയും ഇത്തരം മീറ്റിംഗുകളിൽ എം.എൽ.എ. ഈ വിഷയം ദേശീയപാത അധികൃതരുടെ സാന്നിധ്യത്തിൽ പലതവണ ഗൗരവപൂർവ്വം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കാറുള്ള ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എം.എൽ.എ. അവതരിപ്പിക്കുകയും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ NHAI റീജിയണൽ ഓഫീസറെ കണ്ട് അണ്ടർപാസ് ബോക്സ് കൾവർട്ട് നിർമ്മാണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആക്ഷൻ കൗൺസിലിൽപ്പെട്ട ലീഗ് വിരുദ്ധരായ ചിലരുടെ ലക്ഷ്യം മുസ്ലിം ലീഗ് പാർട്ടിയെയും പാർട്ടി ജനപ്രതിനിധികളെയും മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുക എന്നത് മാത്രമായിരുന്നു. ജില്ലാ കളക്ടറുടെ സന്ദർശന ദിവസം വെറുതെ വീഡിയോയിൽ പകർത്തുന്നതിനു വേണ്ടി മാത്രം ഒരു സീനുണ്ടാക്കി പാർട്ടിയെയും എം.എൽ.എയെയും മോശമാക്കി പ്രചരണം നടത്തുക എന്ന ലക്ഷ്യവുമായി എടുത്ത വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ടത്താണിയിലെ ഹോമിയോ ഡിസ്പെൻസറി പ്രവൃത്തി ഉദ്ഘാടനത്തിനെത്തിയ E.T. മുഹമ്മദ് ബഷീർ MP-ക്ക് നിവേദനം നൽകാനെന്ന പേരിൽ സന്ദർശിച്ച് ഇതേ കുബുദ്ധികൾ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ നടത്തുകയും അത് വീഡിയോയിൽ പകർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അന്ന് അവരുടെ ഗൂഢനീക്കങ്ങൾ മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാട്. അതിനുവേണ്ടി പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ, പ്രാദേശിക ഘടകങ്ങൾ എന്നിവയെല്ലാം തുടക്കം മുതൽ സമരരംഗത്ത് സജീവമായി ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിലെയും നിയമസഭയിലെയും പാർട്ടി പ്രതിനിധികളായ അംഗങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ബോധപൂർവം മറച്ചുവെച്ച് ചിലരുടെ പ്രേരണയിൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ മുസ്ലിം ലീഗ് പാർട്ടിയെയും എം.എൽ.എയെയും MP-യെയും മാത്രം മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാൻ ആകാത്ത നിലപാടാണ്.
പാർട്ടിയെയും പാർട്ടിയുടെ നേതാവ് കൂടിയായ MLA-ക്കെതിരെയും നടത്തുന്ന നുണപ്രചരണങ്ങളെയും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ചെറുത്തു തോൽപ്പിക്കും. എത്ര ത്യാഗമാണ് അവിടുത്തെ മെമ്പർമാർ അനുഭവിക്കുന്നത്, കൽപ്പകഞ്ചേരിയിലെ മെമ്പർമാർ അനുഭവിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് ത്യാഗപരമായ പ്രവർത്തനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ട് അതിന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ഒരു പ്രതിയാക്കി മാറ്റുന്ന രീതി ശരിയല്ല. മുസ്ലിം ലീഗ് പാർട്ടി നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ്. ഗെയിൽ വന്നപ്പോൾ ഇത് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായതാണല്ലോ. ആ സമരത്തിന്റെ മുമ്പിലും ഈ ജനപ്രതിനിധി ബഹുമാന്യനായ MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പ്രശ്നം ഉന്നയിക്കുകയും നിവേദനം കൊടുക്കുകയും അതുപോലെ തന്നെ ബഹുമാന്യനായ പൊതുമരാമത്ത് മന്ത്രി റിയാസ് അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹവും സന്ദർശിക്കാമെന്ന് പറയുകയല്ലാതെ ഉണ്ടായിട്ടില്ലല്ലോ. ഏതായാലും ഞങ്ങളിവിടെ പറയുന്നത് നമുക്ക് ഈ പ്രശ്നത്തിന് നന്മയുടെ പക്ഷത്ത് നിൽക്കണം. ജനപ്രതിനിധികൾക്കൊപ്പം കൂട്ടായി നിന്നുകൊണ്ട് ഏറ്റവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു MLA, ജനകീയനായ MLA, ആ MLA നല്ല പ്രവർത്തനങ്ങളാണ് ഇതിൽ ഇടപെട്ട് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പേരിലുള്ള ഈ കോലാഹലങ്ങൾ അവസാനിപ്പിച്ച് രണ്ടത്താണിക്ക് അണ്ടർപാസും അല്ലെങ്കിൽ ബോക്സ് കൾവർട്ടും നേടിയെടുക്കാനുള്ളതിന്റെ മുന്നിൽ മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാകും. ആരുമായി ചങ്ങാത്തം കൂടുന്നതിന് ഞങ്ങൾക്കെതിരല്ല. പക്ഷെ ആ ചെങ്ങാത്തത്തെ പ്രതിയാക്കി മാറ്റാനുള്ള ശ്രമം മുസ്ലിം ലീഗ് പാർട്ടി നല്ല കെട്ടുറപ്പുള്ള പാർട്ടിയാണ്. അത് പാടില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. ഹൈവേ വികസനത്തിന്റെ പേരിൽ അയ്യൂബ് ഖാൻ റോഡിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിനും രണ്ടത്താണിയിൽ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയും മുസ്ലിം ലീഗ് പാർട്ടി ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു. അണ്ടർപാസ് ലഭിക്കുന്നതിനുള്ള സമരത്തിന് നേതൃത്വം നൽകുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായ വനിതാ മെമ്പർമാർ അടക്കമുള്ള ജനപ്രതിനിധികളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും ഇനിയും നടത്തുമെന്നും മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, OK സുബൈർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അബുഹാജി കാലോടി, റഫീഖ് കല്ലിങ്ങൽ, അബൂബക്കർ തുറക്കൽ, മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ, OK കുഞ്ഞിപ്പ, റഷീദ് കോങ്ങാടൻ, ജംഷദ് കല്ലൻ, മുഹമ്മദ് അലി പള്ളിമാലിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.